ചിത്രം കാണിക്കും പാട്ട് പാടും. അതല്ലേ ചിത്രഗീതം. ആള് മത്സരിക്കാത്തുണ്ട്. പുള്ളിക്കൊണ്ടിരുന്ന പാട്ടാണ് ജോർജ് വന്നു കള്ളന. ഞാൻ കണ്ടെന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ എന്റെ പൊന്ന് ചേട്ടാ ഡെലിവറി ഡെലിവറി വരെ എത്തി. ശ്രീവിദ്യക്ക് ഇത് ഈസി ആയിട്ട് പറ്റും, പക്ഷെ പ്ലഗില് വേറിലിടണം. മ്യൂസിക്. ഓ അമ്മേ. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ടീമുണ്ട്. ഹലോ വാട്ട് ആൻ എനർജി. ഇന്ന് നമുക്ക് വീറും വാശിയുടെ ഒരു മത്സരത്തിൽ നിന്നും തുടങ്ങുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാശി ഇവിടെ, വീരും ഇവിടെ. ഹേ വീർ, നോബിചേട്ടൻ എന്തോ പറയാൻ വന്നല്ലോ തുടക്കത്തിലെ. അങ്ങനെയാണോ പറയാൻ വന്നത്? ഈ ഗെയിമില് നോബിചേട്ടനായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നോബിചേട്ടൻ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പാർട്ടിസിപ്പേറ്റിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പാട്ടിനെ പറ്റിയാണ് നോബിചേട്ടൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്ലോയില് പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചങ്ങ് പോവാം. പക്ഷെ എന്നാലും ചേച്ചി എന്നൊരു പാട്ട് നമുക്ക് വേണ്ടി പാടണം. സംഭവം ഇത്രേ ഉള്ളൂ. അന്താക്ഷരി എല്ലാവർക്കും അറിയാമല്ലോ. അന്താക്ഷരിയുടെ തന്നെ വേറൊരു പുതിയ രീതിയിൽ ഞാൻ തന്നെ ഇൻവെന്റ് ചെയ്തതാണ് പസിൽ. ഓക്കെ, അതായത് ചിത്രം കാണിക്കും പാട്ട് പാടും. അതല്ലേ ചിത്രഗീതം. അതെ, ചിത്രഗീതം. ചിത്രഗീതം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അതായത് ചില പിക്ചേഴ്സ് റെപ്രസെന്റ് ചെയ്ത്, അതായത് പാട്ടുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാട്ട് ഏതാന്നുള്ളത് ഗസ് ചെയ്യാ. പക്ഷെ ഇവിടെ ഞാൻ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. വീർ, പാട്ട് ഗസ് ചെയ്ത് ചുമ്മാ പറഞ്ഞാ പോരാ, പാടണം. അതുപോലെ തന്നെ കൈ പൊക്കി കഴിഞ്ഞാൽ മാക്സിമം 2 സെക്കൻഡേ തരുവുള്ളേ. 2 സെക്കൻഡേ ഞാൻ തരുവുള്ളൂ. നീ പകപോക്കാണല്ലേ? അല്ല, ഓർക്കസ്ട്ര റെഡിയാണോ? എങ്കിൽ കേൾപ്പിക്കൂ. സ്റ്റാർ ഹോട്ടലിന്റെ റിസപ്ഷൻ. അല്ല, മ്യൂസിക് കേട്ടില്ലേ? നമ്മളിങ്ങനെ വന്ന് റൂം പറഞ്ഞിട്ടിരിക്കും. ലിഫ്റ്റിലും ഉണ്ട്. അതെ അതെ. ശരി, ചിത്രഗീതം ഇത് ആരംഭിക്കാൻ പോവുകയാണ്. വടക്കേ കരക്കാരും തെക്കേ കരക്കാരും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇപ്പൊ 0:0 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യത്തെ പാട്ട് ഏതാന്നുള്ളത് നോക്കാം. വീഡിയോ ബോർഡിൽ നോക്കാം. പിക്ചേഴ്സ് അറിയാവുന്നവര് കൈ വെക്കുക. എന്നിട്ട് 3 സെക്കൻഡ് തരുള്ളൂ. യെസ്, 1 2 3 പറഞ്ഞോ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ ഒന്നുകൂടെ പഠിക്കാം. അവിടെ കീബോർഡ്സിന്റെ അവസ്ഥ അറിയാമോ? ഏതിലും 32 പിസ്റ്റ്. ആദ്യത്തെ സ്കോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അഖിൽ ആൻഡ് ശ്രീവിദ്യ. ഗുഡ് ജോബ് ഗൈസ്. ഉള്ളുവേലി കെട്ടുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ഒന്ന് ബോർഡർ തിരിച്ചു തരും. ഒന്നും നോക്കതിലോട്ട്. നിങ്ങൾ നോക്കൂ. ശരി, ലെൻസ് വെച്ചിട്ടില്ലോ. ഒരു TV ഇവിടെ വെച്ചു കൊടുക്കാൻ പറയൂ. അടുത്ത ഇമേജ് വരാൻ പോവാണ്. കാർട്ടൂൺ കല്ല്, ശർക്കര, കരിപ്പട്ടി, കരിപ്പട്ടി കോടം, മിസ്റ്റർ ബീൻ. ഗുഡ് ജോബ്, ഗുഡ് ട്രൈ. കൈവയ്ക്കാൻ മാത്രമേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വയലിൽ കരിപ്പട്ടി. ഇത് മാറ്റുമല്ലോ ആണ് ഉദ്ദേശിക്കണ. വയലിൽ കരിപ്പട്ടി കുടവും. മറ്റേ ആ വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. സമയം കൊറേ നേരം ഇങ്ങനെ സമയം. കരിപ്പട്ടി ഇരുന്നു, കിടന്നു, കരിപ്പട്ടി നിന്നു. അതെ, ലാസ്റ്റ് വൺ കുടമാണേ. നിന്നും ഇരുന്നും കിടന്നും കരിപ്പട്ടി കുടം. ശർക്കര കരിപ്പട്ടിയാണത്. ഗുഡ്. Come on, you can do it. കാത്തിരുന്നൊരു ചക്കരക്കുടം. ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്മാടിക്കൊരു ഗോലുമാല. ചക്കരക്കുടം കടിച്ചു. ഇതാണ് പിച്ച്. പിച്ചാതെ പാട്ട് പാടുവോ? കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ
ഒരു അമ്മാവിക്കരുത്. കാത്തിരുന്നൊരു ചക്കറൊക്കെ കയ്യിലെത്തുമ്പോ അമ്മാവി അമ്മാവിയോ? അമ്മായിക്ക് ഒരു എന്ത് മാല? അമ്മായിക്ക് പോലുമാല ചെറുത് ഇവിടെ കിട്ടൂല ഹൈദരാബാദ്. Alright, അപ്പൊ 1:1 എന്നുള്ള സ്കോറിലാണ് നിൽക്കുന്നത്. ബോംബെ സ്റ്റാർ ഹോസ്റ്റലിൽ ഒരു അവസരം. കാണിച്ചത്. നമുക്ക് മൂന്നാമത്തെ പാട്ട് നോക്കാം. ഇവരിൽ ആരാണ് പറയാൻ പോകുന്നത്? യെസ്, മൂന്നാമത്തെ ഇമേജസ്. കാറ്റ് കള്ളൻ കൈപൊക്കി പറഞ്ഞോ. കാറ്റ് വന്നു കള്ളനെ പോലെ, കാറ്റ് മുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ, അത് തന്നെ. കാറ്റ് വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലക്കരുമ്മ കൊടുത്തു കാമുകനെ പോലെ. ഞാൻ കൈപൊക്കിയതാണേ. ഡയനക്ക് നല്ലൊരു കൈഡ് എല്ലാരും കൊടുക്കും അല്ലേ? എപ്പോ എടുക്കും ലെൻസ് വെച്ചത്? കഷ്ടപ്പെട്ട് നോക്കി. ദാ ഇപ്പൊ സ്കോർ 2:1 എന്നുള്ള രീതിയിലാണ് നിൽക്കാൻ പോകുന്നത്. അടുത്ത പാട്ട്, അതായത് നാലാമത്തെ പാട്ട് ആർക്ക് കിട്ടും, ആരാണ് ഗസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അടിപൊളി. ഇതെന്താ പാരന്റിംഗ് ക്ലാസ്സോ? കൊഞ്ചി ഒരു കൈപൊക്കിയത് കിട്ടിയപ്പോ ഡയനയാണ് കൈപൊക്കി. കൊഞ്ചി അയ്യോ കരയല്ലേ, പാട്ടും പറഞ്ഞു കൊടുത്തില്ല. നനയല്ലേ, ബാക്കി ഇളമരം കരിമല്ലേ. ഇളവന മുരുകൽ. ആ, ഇളമരം മുഴുവൻ. ശരി, യെസ്. ഓർക്കസ്ട്ര. കൊഞ്ചി. അയ്യേ ആ കൊഞ്ചലൊക്കെ ശരിയായി. അടിയെ പിടിച്ച് ഇനി പുതിയ കൊഞ്ച്. ഒരു മിനിറ്റ്, പാട്. ആ കറക്റ്റ് തന്നെ. ആ, കരയല്ലേ മിഴികൾ, പാട്. നനയല്ലേ ഇളവന മുരുകല്ലേ, വീണ്ടും വീണ്ടും ഏതോ ഗാനം കഥ നീ അറിയില്ലയോ. ടുടുടു. ടുടുടു കിട്ടി. അതായത് ദാ അവർക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ 1-ലാണ് നിൽക്കുന്നത്. അതും ഡയന ഒറ്റയ്ക്ക് പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഒന്നിലാരാ? അതില് കാര്യമില്ല. അല്ല, നമ്മള് നേരത്തെ പാടിയ പാട്ടില്ലേ, ആ, കാറ്റ് വന്നു കള്ളനെ പോലെ, അത് പഞ്ചായത്ത് ഇലക്ഷന് ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ മത്സരിക്കാത്തെന്ന് പുള്ളിക്കൊണ്ടിരുന്ന പാട്ടാണ്. ജോർജ് വന്നു കള്ളനെ പോലെ. അത് പഞ്ചായത്ത് ഇലക്ഷൻ. മത്സരം എന്താ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കോമ്പറ്റീഷനിൽ നമുക്ക് എന്താ നോക്കാം ആരാണ് ഗസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ എന്തായാലും സ്കോറിംഗിൽ ഇപ്പൊ നോക്കുമ്പോൾ നോബി ചേട്ടൻ ആൻഡ് ഡയന നിങ്ങൾ ഹൈസ്റ്റ് ആയിട്ട് 3 ലീഡിംഗ് പോയിന്റ് വിത്ത് 3 ആൻഡ് അഖിൽ ശ്രീവിദ്യ 1. നമുക്ക് നോക്കാം. നെക്സ്റ്റ് മുത്തും പവി. കൈവക്ക് അങ്ങനെ പാട്ടുണ്ട് നല്ല പറഞ്ഞോ. ഇത് താഴെയുള്ള രണ്ടു വന്നു കുഞ്ഞ് കഴിഞ്ഞേ എന്ത്? അവര് കൈവക്കി, പക്ഷെ റോങ് സോങ് ആണ് പാടിയത്. സോ നിങ്ങളുടെ ഒരു മാർക്ക് ചിലപ്പോ പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വണ്ടിൽ നിന്ന് പൊന്നെ വീണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, പെണ്ണ് അല്ല പൊണ്ണ് വീണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, നിനക്കിന്നു പിണക്കം നീ എന്റെ കരളല്ലേ, എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം നീ എന്റെ കരളല്ലേ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, അപ്പൊ അതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഒരു മാർക്കും കൂടെ, which is 2 points in total. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റും. ഇത് പക്ഷെ ലാസ്റ്റ് ചോദ്യമാണ്. എനിക്ക് കിട്ടി. ഒരു വട്ടം ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് തിന്നാനും, നനനാനേ ലാസ്റ്റ് പേര് ചേച്ചി കറക്റ്റ് ആയിരുന്നു. പക്ഷെ എല്ലാരും കിണ്ടാണ് കറക്റ്റ് ആയിരുന്നു. ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ തെക്കേക്കരക്കാരും വടക്കേക്കരക്കാരും ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷം നമ്മള് ശ്വേതാജിയുടെ ഒരു പാട്ടിൽ തീർക്കുകയാണ്. കമോൺ.
ऐसी तू लैला हर कोई चाहे मुझसे मिलना अकेला लैला में लैला ऐसी तू लैला हर कोई चाहे मुझसे मिलना अकेला जिसको भी देखूं मजनू बना लूं ना 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 ऐसी तू लैला लैला में लैला ऐसी तू लैला हर कोई चाहे मुझसे मिलना अकेला ओ लैला आहा कुलु कुलु आहा कुलु कुलु आहा कुलु कुलु ഗുലു ഗുലു ആ കുലു കുലു ആ കുലു 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 ഒറ്റ ലൈലാമത്തിൽ ലാസ്റ്റ് കുലിക്ക് സർവത്തിന് അടിപൊളി 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 താങ്ക് യു ചേച്ചി ചേച്ചി എന്നെ വൈബായിരുന്നു നീ ആയിരുന്നല്ലേ പൊളിച്ചു ശരിക്കും ഈ വൈബ് നമുക്ക് മിസ് ചെയ്യണ്ട അടുത്ത എന്താ പരിപാടി എന്ന് പറയൂ വേഗം പറയൂ വേഗം പറയൂ ഞങ്ങൾ സ്കിറ്റ് സ്കിറ്റ് വീണ്ടും സ്കിറ്റാണ്. ഓക്കെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സ്കിറ്റ് ആണോ കോമഡി സ്കിറ്റ് ഒരു കോമഡി സ്കിറ്റ് ശരി കോമഡി മാസ്റ്റേഴ്സിൽ നമുക്ക് കാണാം ഒരു അടിപൊളി സ്കിറ്റ് ഓക്കെ താങ്ക് യു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഓർഡർ ചെയ്ത അതേ കളറുള്ള സാരി. ഇനി ഈ സാരിക്ക് മാച്ചായ ഒരു കമ്മലും ആ കമ്മലിന് മാച്ചായ ഒരു വാച്ചും കൂടി മേടിക്കാം. അതും അങ്ങ് ഓൺലൈനിൽ മേടിച്ചേക്കാം. അന്ന് മുതൽ നോക്കിയാണ് ഇന്ന് ഒരുത്തൻ, ഇന്നലെ വേറൊരുത്തൻ, മെനിഞ്ഞാന്ന് വേറൊരുത്തൻ. എന്റെ പിള്ളേടെ കൂടെ 2 ദിവസം ഇവിടെ നിക്കാൻ വന്നപ്പോ അവന്റെ പെണ്ടാട്ടിയിലെ സകല കള്ളങ്ങളും എനിക്ക് പിടിക്കാൻ പറ്റി. ഇന്നെന്തായിരുന്നല്ലോ അവൻ വരട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കും. അമ്മ അടിപൊളി വാ 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 അമ്മ ഓ സിറ്റിയൊക്കെ എങ്ങനെയുണ്ടമ്മ? എന്തിനോക്കളെ സിറ്റിയൊക്കെ എങ്ങനെയുണ്ട്? നിനക്കേ ഈ തെക്കേ പാർക്കിൽ ജോലി ഇട്ടിട്ട് എന്നെ ഇതുവരെ അങ്ങനെ കാറ്റ് കൊള്ളാൻ കൊണ്ടുപോയാടാ നീ. എവിടാ? തെക്കേ പാർക്കിൽ നിനക്ക് ജോലി കിട്ടിയ എനിക്ക് ടെക്നോ പാർക്കിലാണ് ജോലി. എന്താ അവിടെ കാറ്റില്ലേ? അവിടെ കാറ്റുണ്ട്, ഊഞ്ഞാലുണ്ട്, ആട്ടിത്തരാൻ ചേച്ചിമാരുണ്ട്. തന്നെ മക്കളെ മറ്റേ ഞെരങ്ങി വീണ് വെള്ളത്തിൽ പോണത് അതുണ്ട് അവിടെ. ചെന്നിരുന്നു കൊടുത്താൽ അത് നിരങ്ങി നേരെ വെള്ളത്തിൽ പോകും. തന്നെ നിനക്ക് ഈ വീട്ടിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? ഇത് എന്റെ വീടാകുമ്പോ ഇല്ല, ഞാനല്ലേ ചിന്തിക്കണ്ടല്ലോ. എടാ നിന്റെ പെണ്ടാട്ടി ഇവിടെ കാണിച്ചു കൂട്ടണം എന്താണെന്ന് നിനക്ക് അറിയാമോ? എന്തോന്ന് കാണിച്ചു കൂട്ടണം എന്ന് പറയാം. എന്താണ് കാണിക്കണെന്നാ? ദിവസം ഓരോ കാമുകന്മാരാണ് ഇവിടെ കയറി ഇറങ്ങി നടക്കണത്. അമ്മ സുമയെ കുറിച്ച് അനാവശ്യം പറയില്ല. അയ്യോ അവന്റെ അഭിനയം നോക്ക്. വിളിച്ച് ചോദ്യം നിന്റെ പെണ്ടാട്ടിയെ സുമേ വിളി. സുമേ ഇന്ന് ചേട്ടൻ നേരത്തെ വന്നോ? കേട്ടാ നീ നേരത്തെ വന്നത് പോലും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നിന്നോടൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ചേട്ടാ? പിന്നെ നിനക്ക് എന്നെ എത്ര ഇഷ്ടമാണ്? അതിപ്പൊ തന്നെ അറിയണോ? അറിയിട്ടടി എന്റെ പിള്ള. അറിയണം. എനിക്ക് എന്റെ ചേട്ടനെ കൊറേ ഇഷ്ടാണ്. അമ്മ അവക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒലിച്ചു പറഞ്ഞതാ. എടി ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോ ഇവിടെ ആരാടി വരണത്? ആരും ഇവിടെ എല്ലാരും വരാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് വരാറുണ്ട്, നമ്മുടെ വീട്ടുകാർ വരാറുണ്ട്. ഫ്രണ്ട്സിന്റെ വീട്ടുകാരെയും കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ജോലിക്ക് പോകുമ്പം ഇവിടെ നിന്നെ കാണാൻ വരണ ആണുങ്ങൾ ആരാന്ന് പറയടി. അയ്യോ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇവിടെ വാടാ. ഒരു കുടുംബത്തിനകത്ത് ഒരു കാര്യം ചോദിക്കാൻ പറയുമ്പോ അതിന് തന്ത്രം ഒക്കെ ഉണ്ട്. ചെപ്പിട്ടത് കൂടി പോയാ? ഞാൻ ചോദിക്കാം. അയ്യോ സത്യം പറയൂ. സത്യം പറയടി. എന്റെ പിള്ള ഇല്ലാത്തപ്പം നിന്നെ കാണാൻ കാമുകന്മാര് കയറി ഇറങ്ങണത് ഞാൻ കണ്ട്. ഇപ്പൊ പറയണം. ഇപ്പൊ പറയണം. പറയടി. പറയടി. അവൻ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ എന്റെ ചേട്ടൻ എന്തൊക്കെ ഈ തള്ള വിളിച്ചു പറയുന്നേ? ഇവക്ക് സമ്മാനവും കൊണ്ട് ഇപ്പൊ നീ പറഞ്ഞ തൊട്ട് മുമ്പ് ഒരുത്ത ഇവിടെ ഇറങ്ങി പോയതേ ഉള്ളൂ. സമ്മാനം കൊണ്ടാ? ഞാൻ കണ്ടെന്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ. ഓ അതോ എന്റെ പൊന്ന് ചേട്ടാ, ഡെലിവറി ഡെലിവറി വരെ എത്തിയടാ. ഡെലിവറി വരെ എത്തി. ഇവക്ക് ആപ്പിളും ഓറഞ്ചും നട്ട്സും കൊണ്ട് വന്നതാണോ? ചേട്ടാ ലൈനിൽ തന്നെ ആദ്യം തുടങ്ങണത്, പിന്നെയാണ് ഡെലിവറി എത്തുന്നത്. നിർത്തണ്ട അമ്മേ. എന്റെ ചേട്ടാ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊണ്ട് ഡെലിവറി പോയി വന്നതാ. ഞങ്ങളുടെ കുടുംബങ്ങാനും കളിക്കാണ്ടല്ലോ. നിങ്ങൾക്കുള്ള ഞാൻ തരാട്ടാ, വാ അങ്ങോട്ട്.
അതെ അല്ല സംഭവം പറഞ്ഞ അവള് കാര്യം പറയും അങ്ങോട്ട്. എടാ ഒരു കുടുംബം എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി ചെവി അറിയാതെ തീർക്കണടുത്താണ് ഒരാണിന്റെ വിജയം എന്ന് പറയണത്. അപ്പൊ ഞാൻ തോൽവിയാ? പല ആളുകളും പലതും പറഞ്ഞോണ്ട് വരും. അതൊക്കെ കേട്ട ഉടനെ തുള്ളിക്കൊണ്ട് അവളെ പുറത്തോട്ട് കയറാനല്ല ചെയ്യേണ്ടത്. പറഞ്ഞ് മനസ്സിലായാ നിനക്ക്? അയ്യോ അത് ഞാൻ പറഞ്ഞാ മതിയായിരുന്നു. പോയില്ലേ? അമ്മ വേറൊരു കാര്യം ചോദിക്കട്ടാ. മക്കൾക്ക് ജോലിയൊക്കെ കിട്ടിയല്ല? കിട്ടി. എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടാ? ഒരു കസേരയാണമ്മ, നീങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. അതല്ല ചോദിച്ചത്. നീ ഈ ജോലിയൊക്കെ ചെയ്യണില്ലേ, അതിന്റെ പൈസ എന്തെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടമ്മ. അതെന്തൊരു കുറച്ച്? ബാക്കി എവിടെ പോയി? ബാക്കി നിന്റെ പെണ്ടാട്ടി കണ്ട സാധനങ്ങൾ മുഴുവനും വീട്ടിനകത്ത്. ഇവിടെ സാധനങ്ങൾ തട്ടി നടക്കാൻ വയ്യ. ഇങ്ങനെ ആയാ എങ്ങനെ ജീവിക്കൂടാ നീ? നിനക്കൊരു വീടുണ്ടോ ഇവിടെ? വീട് ഉണ്ടാ? എന്തുകൊണ്ടില്ലാത്തത്? ഇല്ലാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പൈസ ശേഖരിച്ച് വെച്ചാലേ ദാമ്പത്യം ഉള്ളൂ. അത് സാമ്പത്തികം ഉണ്ടെങ്കിലേ ദാമ്പത്യം ഉള്ളൂ. മനസ്സിലായ? ആ, അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം പറഞ്ഞുതരാം. ഇല വന്ന് മുള്ളില് വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. സംസ്കൃതമാണ്, കേട്ട് പഠിച്ചോ. കേട്ട് പഠിച്ചോളാം. കേറി വന്നോ. പ്രോഡക്റ്റ് ഓ മനോജ്, നിന്റെ വീടാ ഇത്? ഓ ഇതെന്റെ വീട്, നല്ല വീട്. എത്ര നാളെ നമ്മൾ കണ്ടിട്ട്. സുഖമായിട്ടിരിക്കണം. നീ ഇപ്പൊ ഡെലിവറിയുടെ പരിപാടിയൊക്കെ. സുമ ഭർത്താവാണ്. ഭർത്താവാണ്. രണ്ട് ഭർത്താവ്? അല്ലല്ല, ഭർത്താവാണ്. സുമ ഇപ്പൊ കല്യാണമൊക്കെ അടിപൊളിയായി. അടിപൊളി. കുട്ടികളൊക്കെ ആയാ? പഠിച്ചോണ്ടിരിക്കുക. നിനക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അവള് പഠിച്ചോണ്ടിരിക്കുക. പഠിത്തം കഴിഞ്ഞിട്ട് കുട്ടി മതി. റിച്ച് വീടൊക്കെ വെച്ചല്ലേ, അടിപൊളിയായി. നീ വാടക വീടാ? അപ്പൊ ഒന്നും സമ്പാദിച്ചില്ലേ? സമ്പാദ്യം കുറച്ചൊക്കെ ജോലിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എങ്ങനെ സമ്പാദിക്കും? മാസത്തിൽ ഓരോന്ന് ഇങ്ങനെ ബുക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ? കഷ്ടത്തിനിടെ എന്റെ ഭാര്യ കൊണ്ട് പറയാനുള്ള ഒരു രക്ഷയില്ല കേട്ടോ. തന്നല്ലേ? ഓ സത്യം പറഞ്ഞ ഞാനേ ഈ മാസം 8ാമത്തെ തവണ ഇവിടെ പറഞ്ഞത്. ഇവിടെ ഒരു രക്ഷയില്ല. അവർക്ക് ഓൺലൈനിൽ ആരാ കൈവശം കൊടുത്തെന്നാണോ തോന്നുന്നത്? ഓൺലൈനിൽ കൈവശം കൊടുക്കാൻ പറ്റില്ല. കൈവശം നമ്മളുകൊണ്ട് വെക്കണം. എടാ അതല്ല, ഇപ്പൊ ഈ സാധനം ഇതെന്താ സാധനം? ഇത് മൊബൈൽ ഫോൺ ആണ് തോന്നുന്നത്. ഇതുപോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല മേടിക്കുന്ന കാര്യം. അറിയാം, ഒരു രക്ഷയില്ല. എന്തെങ്കിലും വഴിയുണ്ടോ ഇതിനൊന്നും മാറ്റാൻ? സംഭവം അറിയാമോ? ഓൺലൈനിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. ഓൺലൈനിൽ പണി കൊടുക്കാൻ പറ്റും? അതറിഞ്ഞൂടെ? ഇപ്പൊ മൊബൈൽ ഫോൺ വാങ്ങിച്ചെന്ന് വെച്ചു, പഴയ കട്ടയില്ലേ, ചുടുകട്ട, അതൊക്കെ ആയിരിക്കും പറഞ്ഞത്. അങ്ങനെ ഒരു 8ന്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഭാര്യ ഓൺലൈനിൽ ബുക്ക് ചെയ്യേയില്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ഫോണിൽ വല്ല മാങ്ങിയ തേങ്ങ അങ്ങനെ വെച്ച് കൊടുത്താലാ? അത് പറ്റൂലേ, എന്റെ പണി പോകും. ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും. കട്ടയ്ക്ക് നിൽക്കും? അങ്ങനെയാണെങ്കിൽ ഫോൺ മാറ്റിയിട്ട് ചുടുകട്ടയാക്കാം. ചുടുകട്ടയാക്കാം. നല്ല ഐഡിയ. കട്ടയ്ക്ക് നിൽക്കുമല്ലോ, കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനകത്ത് ചുടുകട്ട കയറ്റിക്കൊണ്ട്. എന്താണ് കാമുകന്മാരൊക്കെ പോയോ? നീ അത് വിട്ടില്ല. അത് അമ്മ എന്തേലും പറഞ്ഞു? അമ്മ ഭാര്യ വന്നു പോയത്? അത് ഓൺലൈൻ. അത് അപ്പുറത്തെ വീട് തിരക്കി വന്നപ്പം വാടിപ്പോയി. അങ്ങനെ വീട്ടില്. അത് നന്നായി. ഏതായാലും നിങ്ങളോടാണല്ലോ വഴി ചോദിച്ചത്. അല്ലെങ്കിൽ അതും കൂടി നിങ്ങളുടെ ആ പരട്ട തള്ള എന്റെ തലയിലാക്കിയ. ആ ഫോൺ വന്നു. ഫോണല്ല, കോളിംഗ് ബെൽ അടിച്ചതാ. അതല്ല, എന്റെ ഫോൺ വന്നു. വഴി അറിഞ്ഞൂടാ, ഒരുപാട് ഞാൻ കിടന്ന് കറങ്ങി. ഓഹോ, ആദ്യമായിട്ട് വരുന്നോണ്ടേ. ഞാനും ആദ്യമായിട്ടാ. രാജേഷിന്റെ പേര് മനോജ്. മനോജിന്റെ പേര് സുപ്രേഷ്. ആരാ സുപ്രേഷ്? എനിക്കറിഞ്ഞൂടാ. മാഡം ഒരു ഫോണുണ്ട്. എനിക്കാ ഫോണുണ്ട്, നല്ല ഫോണാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കട്ട ആവാതിരുന്നാ മതിയായിരുന്നു. ഈ ഫോണിന്റെ എല്ലാ കട്ടകളും ഇതിൽ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചതാ. ഓക്കേ, താങ്ക് യു. ഞാൻ പോയിക്കോട്ടെ സാറേ. എനിക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട്. വീഡിയോ എടുക്കണം? ചേട്ടൻ എനിക്ക് ഫോൺ കൊണ്ടു തന്നില്ലേ? പുതിയ ഫോൺ വരുമ്പോ വീഡിയോ എടുത്ത് ഞാൻ FB പോസ്റ്റ് ചെയ്യാറുണ്ട്. അയ്യോ വേണം വേണം വേണം. ചേട്ടാ എന്തിനാണ്? ഒരു 5 മിനിറ്റത്തെ കേസ് ഉണ്ട്, ഒന്ന് എന്റെ വീട് പുറത്തിറങ്ങിയിട്ടില്ല. ഹലോ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഞാൻ എന്റെ പുതിയ ഫോൺ കാണിക്കാൻ പോവാണ്. ഇത് നോക്കിയേ, ചേട്ടൻ തുറന്നോണ്ടിരിക്കാണ്. സുമേ, ഇത് കട്ട. ഇതാണ് ഞാനൊരു കാര്യം പറയുന്നത്. മുന്നും പിന്നും ചിന്തിക്കാതെ നമ്മൾ ഓൺലൈൻ വഴി ഒരു സാധനവും ബുക്ക് ചെയ്തത് അത് നമ്മളെ ആപത്തിലേക്ക് കടക്കും. സ്കിറ്റിന്റെ ക്ലൈമാക്സ്
താങ്ക്സ് പറയുന്ന അതിങ്ങോട്ട് തന്നെ ഇയാളെ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു. എങ്ങോട്ട് പോ മാറ് 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 ഓടിയാ ഓടിയാ ഞാൻ ഓടിച്ചിട്ട് ഞാൻ ഇടിക്കും എന്നെ എറിയരുത്. ഞാൻ ഉമ്മേ. പറഞ്ഞത് തന്നെ ഞാൻ- ഇങ്ങോട്ട് ഓടെ. ആഹാ. യ്യോ. മനോജേ മനോജേ അയ്യോ മനോജേ മനോജേ മക്കളെ ഇവിടെ എന്ത് നടന്നത്? മനോജേ ഓന് അടിച്ചു കൊന്ന മനോജേ എടുക്കണടാ അല്ല അപ്പൊ ഇയാള് മനോജായിരുന്നില്ലല്ലോ, സുപ്രനായിരുന്നു. ഓടി അവിടെ നിന്ന് നിന്റെ ഫോൺ അവിടെ എവിടെ ഇരിപ്പുണ്ട് നിന്റെ ഫോൺ കിട്ടി മനോജേ മനോജേ ക്രൈം കൊണ്ട് വരണോ മനോജേ ക്രൈം ആദ്യത്തെ അടി ഓക്കെ ആയിരുന്നു, രണ്ടാമത്തെ അടി ക്ലീഷ ആയിരുന്നു. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. ഓക്കെ കന്നഡ നീ കട്ടക്ക് നിൽക്കാൻ കട്ടക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് കട്ടയിട്ട് അടിച്ചു തന്നെ പറ്റിപ്പോയി. ഇതെന്ത് എനിക്ക് മനസ്സിലായില്ല, ഇതാരാ? എടി ഇത് എന്റെ കൂട്ടുകാരൻ മനോജ്. നിന്റെ ഈ ഓൺലൈൻ പരിപാടി ഒന്ന് നിർത്താൻ വേണ്ടി അവനെ കൊണ്ട് ഞാനൊരു കട്ട കൊണ്ടുവരാൻ പറഞ്ഞു. നീ എടുത്ത് തലക്കടിക്കുമെന്ന് ഞാൻ അറിഞ്ഞ. ഇതൊക്കെ എനിക്കറിയോ. വണ്ടിയിലെ ചാവി എടുത്തോണ്ടോ ഇവനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന്. അതെന്തിനാ നമ്മുടെ വണ്ടിക്ക് കൊണ്ടുപോകുന്നേ? ഞാനേ ഓൺലൈനിൽ ഒരു വണ്ടി ബുക്ക് ചെയ്യാം, ഇപ്പൊ എനിക്ക് ഓഫർ ഉണ്ടെന്നേ, ആ വണ്ടിക്ക് കൊണ്ടുപോവാ. ഓ അവളെ ഓൺലൈനിലും ഓഫർ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ തെക്കേക്കരക്കാരുടെ കിടിലം പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വടക്കേക്കരക്കാരെ അതാ നിങ്ങളുടെ മുന്നിൽ എന്താണ് റോബോട്ടിക് ഡാൻസ്. റോബോട്ടിക് ഡാൻസ് നമ്മൾ കണ്ടില്ല, അത് റെയർ ആയിട്ടല്ലേ കാണുള്ളൂ. അപ്പൊ അത് പെർഫോം ചെയ്യാൻ വരുന്നത് കിഡിൽ ഒരു പയ്യനാണ്, ജയേഷ്. എന്താ പെർഫോമൻസ് കണ്ടു തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ജയേഷ്. ഓ ഓ പൊളി പൊളി. സൂപ്പർ സൂപ്പർ. അറിയോ കബഡി ബാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. എവിടുന്ന് വരുന്നു? എരൂർ ആണ് എന്റെ സ്ഥലം. അപ്പൊ ഇവിടുത്തുകാരനാണ്. അതെ അതെ. യോഗയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണോ? യോഗ ചെറുതായിട്ടൊക്കെ, ചെറുതായിട്ടൊക്കെ ബ്രീത്തിങ് അങ്ങനെയുള്ള സംഭവം ഇപ്പൊ മാത്രം. കുറച്ച് ബ്രത്ത് വേണമെന്നുണ്ടോ? അതോ ഇത്തിരി വെള്ളം വെള്ളം കിട്ടിയ കൊള്ളുന്നുണ്ട്. ശ്രീവിദ്യ വെള്ളമായി വരുന്നു. അപ്പൊ അവിടെ ഡാൻസും കളിക്കുന്നു. Come on. ശ്രീവിദ്യക്ക് ഇത് ഈസി ആയിട്ട് പറ്റും, പക്ഷെ പ്ലഗിൽ വെള്ളം ഇടണം.
റോബോട്ട് ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്നതിലും വലിയ അഗ്രസീവ് തോട്ടുള്ള അത് റോബോട്ടിക് രീതിയിൽ കുടിക്കൂ ജയേഷ്. ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ശ്രീവിദ്യയും ഞങ്ങളുടെ കൂട്ടത്തിലെ ജയേഷും കൂടെ റോബോട്ടിക്കായി മാറാൻ പോകുകയാണ്. ലൈറ്റ്സ് ഓഫ് റോബോട്ട്. എന്തിന് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ എന്തിനെന്ന് ചോദിച്ചത്. ഇതിന്റെ കാര്യത്തിലല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മ്യൂസിക്. അതിലൊരിക്കലും എന്തെങ്കിലും കൈ അത് യഥാർത്ഥത്തിൽ ശ്രീവിദ്യയുടെ എല്ലൊടിക്ക ശബ്ദമാണ് കേട്ടത്. Come on, everybody! Yeah! ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ സ്റ്റെപ്പ് നോക്കട്ടെ. ഓ അമ്മേ മതി. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ. എന്താ നീ ഈ സ്റ്റെപ്പല്ലേ നീ ഒറ്റയ്ക്ക് ചെയ്താണ് അതുപോലെ ഒറ്റയ്ക്ക് ഫ്രണ്ട് ചെയ്യുന്നത്. ഒരു പാട്ട് ഞാൻ പറയാം. ഇങ്ങനെ ഒന്നുകൂടെ കൈയുണ്ട്. പാമ്പുകൾ. എങ്ങനെയുണ്ട് ജയിച്ചത് ഞങ്ങളുടെ കൊച്ച്? കൊള്ളാം, സൂപ്പറാണ്. സൂപ്പർ അല്ലേ? അടിപൊളി. ഒന്നും കൂടെ ഒന്ന് ബാറ്ററി ചാർജ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് റോബോട്ട് ആവാൻ പറ്റും. പറ്റും. ഞാൻ തന്നെ കുറെ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്തു. പ്രാക്ടീസ് ചെയ്ത പഠിച്ചെടുത്തു. അല്ലെങ്കിൽ പൊളിച്ചേനെ. എങ്ങനെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് അയ്യോ കണ്ടുപിടിക്കും. ഇതിങ്ങനെ എന്നിട്ട് ഞാൻ വീട്ടിൽ മിറർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ കിട്ടുന്ന ടൈമൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ റോബോട്ടിക് ഡാൻസ്. സത്യം ഞാൻ ഈ വായിന്നൊക്കെ തീ തുപ്പുന്ന ഡാൻസ് ഒക്കെ നീരാളി. അതല്ലാതെ ഇതും ഡ്രാഗൺ കുഞ്ഞ്, അത് ഡ്രാഗൺ കുഞ്ഞ്. ഡ്രാഗൺ കുഞ്ഞ്. അത് മലയാളത്തിൽ നീരാളി, സിംഗപ്പൂരില് ഡ്രാഗൺ കുഞ്ഞ. സിംഗപ്പൂരിലും നീരാളി എന്നാ കേട്ട് എന്നൊന്നും പറയല്ലേ. പൊന്നു നീരാളി. കളിയുടെ കൗണ്ടർ നമ്മൾ ഒഫീഷ്യലി ഇവിടെ അപ്പൊ എന്താണ് പ്രൊഫഷണലി എന്താ ചെയ്യുന്നത്? എനിക്ക് പെയിന്റിങ്ങിന് വർക്കാം. ഓക്കെ. അപ്പൊ ഈ പെയിന്റിങ്ങിന് വർക്കിന് പോയിന്റെ ഇടയ്ക്ക് എവിടെയാണ് ഈ ഡാൻസ് എന്നുള്ളൊരു സാധനം ചിന്ത കയറുന്നത്? അതെനിക്ക് ടിവിയിൽ മോൻ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായില്ല. ടിവിയിൽ മോൻ കാണിക്കണമെങ്കിൽ നമ്മൾ ഒരുപോലെ തന്നെ. അത് എങ്ങനെയെങ്കിലും ടിവിയിൽ വരാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഡാൻസ് എന്നുള്ളത് വന്നത്. ഡാൻസ് ചെറുതായിട്ട് മിമിക്രി അങ്ങനെയൊക്കെ പോയി മിമിക്രി ചെയ്യും ലൈറ്റ് ആയിട്ടൊക്കെ. ആ ലൈറ്റ് വേർഷൻ നമുക്ക് രണ്ടെണ്ണം കേട്ടാലേ. ലൈറ്റ് വേർഷൻ നമ്മുടെ ചാളമേരി ചേച്ചി മോളി കണ്ണമാലി. കിടക്കും അപ്പേ എപ്പോഴും ചോദിക്കും പിശാശി ഞാൻ ഡ്രസ് ഇട്ടേക്കണത്. ഞാനെപ്പോഴും ചട്ടമുണ്ടായിരിക്കും. ഞാനാ ചോദിക്കരുത്. ഞാനെപ്പോഴേക്ക് മാറ്റി വെച്ച് വല്ല ഹാർഡ് ഡേഴ്സ് എടുക്കാപ്പാ. ഹെവി സ്പോർട്ടിംഗ് ഗ്രാൻഡിങ് പൊസിഷനാണ്. ബാക്ക് ബോർഡർ ഷോക്ക് ഉണ്ടല്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതേപോലെ വഴിയൊക്കെ എടുത്തിയല്ല. വിനായകൻ ചേട്ടൻ ആശാനെ നിസ്സാര ടീമല്ല, കിടിലൻ ടീമാണ് ആശാനെ. അടിപൊളി ആശാനെ കണ്ണി പാളി പോലൊരു തോന്നല ആശാനെ. ആശാൻ എന്റെ കൂടെ നിക്കോ? ആശാൻ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും നോക്കാനില്ല. കൊള്ളാല ആശാനെ, കിടിലൻ ടൂളാണല്ലോ. ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ ഡാൻസ് ആണ് ഇപ്പൊ ഏറ്റവും മുഖ്യമായിട്ട് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ മിമിക്രി ചെറുതായിട്ട് രണ്ടും അടിപൊളിയായിട്ട് മുന്നോട്ട്. പെയിന്റ് അടിക്കുമ്പോ മറ്റേ എങ്ങനെ പെയിന്റ്? റോബോട്ടിക് പെയിന്റ് അല്ല, അങ്ങനെ പെയിന്റ് അടിച്ച് അവരെന്നെ പറഞ്ഞുവിടും. വീട്ടില് അമ്മ, അനിയത്തി, പിന്നെ ഞാൻ ആണ്. ഓക്കെ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പ്രമാണി റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ശ്രീവിദ്യ എന്തായാലും ജയേഷിന് ആ ഗിഫ്റ്റ് നൽകട്ടെ. ഇതാണ് ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനം, റോബോട്ട്. ഓക്കെ, നമുക്ക് ബ്രേക്ക് എടുക്കാൻ ടൈം ആയിരിക്കുകയാണ്. വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് ബ്രേക്ക്. അടിപൊളിയടാ, അടിപൊളി. ഡാൻസ്. അയ്യോ, ഡാൻസ് അല്ല പിന്നെ ആശ പറഞ്ഞിട്ടില്ല എന്നും രാവിലെ എണീറ്റ് വടം വലിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തത് നമ്മള്. അതിനിങ്ങനെ വെറുതെ ആക്കിയാ പോരാ. ഈ തറ കിടക്കുന്ന വടമെടുത്ത് കൈവെള്ളയിലോട്ട് വെച്ച് ഇങ്ങനെ വലിക്കണം. അയ്യോ, വടമെടുക്കാൻ പറ്റില്ല, കൈവേദനിക്കും. അന്നേടാ മുന്നേ മോനെ ആശ മാമത്തൊന്ന് ഉറക്കട്ടെ. വട തൊട്ട് പോകരുത്. വടത്തിൽ തൊടാത്തവന് വടയിൽ തൊടാൻ അവകാശമില്ല. തൊട്ട് വട ഓടാ, വാടാ ഓടാ ഇവിടെ. എവിടെ വട? ഓ, വട തിന്നാൻ വേണ്ടി വയറും പായോട്ട് രണ്ടെണ്ണം പോരും. പിടി
എടാ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, 125 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. ഇതിനൊരു 65 വർഷം പഴക്കേ വരുള്ളൂ. 125. ആശാൻ ചുമ്മാ കള്ളം പറയല്ലേ. പകുതി ആദ്യം വന്നിട്ട് പകുതി 65 വർഷം കഴിഞ്ഞ് വന്ന് ചേരുന്ന സാധനമല്ല. ഇത് ജനിക്കുമ്പോഴേ കൂടെ വരുന്നതാണ്. ഏത് ഇത്? എടാ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കിടക്കുന്ന കുടത്തിന് 125 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പഴയ കയറിനാ ഈ കിടക്കണ ആരെന്നറിയാവൂടാ? എന്റെ അച്ഛനാടാ അച്ഛായി. എന്റെ തൊഴിൽ ദാതാവാടാ, അന്നദാതാവാടാ ഇത്. അവൻ വെറുതെ മണ്ടത്തനം പറഞ്ഞത്. അയ്യോ, ഒരു പണ്ഡിതൻ നിൽക്കുന്ന നിപ്പ് കണ്ടു. പണ്ഡിതനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെങ്ങന്നൂര് വടംവലി കഴിഞ്ഞിട്ട് കാശും മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് എവിടെയായിരുന്നു? അത് ആശ ഇന്നെങ്കിലും ചോദിച്ചല്ലോ എന്റെ അടുത്ത്. ഞാൻ പൈസ മാറ്റോട് ജംഗ്ഷനിൽ വന്നു നിന്നപ്പോ വീട്ടിലോട്ട് പോവാനുള്ള ലാസ്റ്റ് ബസ് പോയി. അവസാനം എങ്ങനെ വീട്ടിൽ പോകുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ട് നിന്നപ്പോ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് ഫ്രണ്ട് ഇരിക്കുന്നു. അതിന്നൊരു SI ചാടി ഇറങ്ങി എന്റെ അടുത്തൊരു ചോദ്യം, എവിടെ പോയിരുന്നാന്ന്. ഞാൻ പറഞ്ഞു വലിക്കാൻ പോയെന്ന്. അങ്ങേറിന്റെ കവാലം നോക്കി ഒറ്റയാടി. പിന്നെ കണ്ണൂർ നോക്കുമ്പോഴേ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനകത്ത് ഞാൻ. ഇതൊരു വെള്ളരിക്കാ പട്ടണോടെ ചുമ്മാ ഒരു ചെറുപ്പക്കാരൻ അടി കൊടുത്തിട്ട് ലോക്കപ്പിലിടായി. എന്റെ ആശാനെ 8 അടി പൊക്കമുള്ള പോലീസുകാരൻ മുമ്പിൽ ചെന്നിട്ട് വലിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇടിച്ച് കൂമ്പ് പട്ടിക്കളയല്ലേ. അല്ലാതെ വിട്ടത് ഭാഗ്യം. ശരിയാ. ആശാനുണ്ടോ? ആശാനുണ്ട്. ആശ ഉണ്ടെന്ന് വാ നമുക്ക് പോയി ഉണ്ണാം. അതല്ല പറഞ്ഞത്. ഞാൻ ഉണ്ടില്ല, നിങ്ങൾ ഉണ്ണുന്നുമില്ല, ഇവിടെ ഇന്ന് കഞ്ഞി വെക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർ കൂടെ പുറത്ത് പോയി ഉണ്ണാം. നമ്മളെ വടംവലി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ ക്ലബിന്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. അയാളെ കാണിക്കാനെങ്കിലും വടം എടുത്തത് കയ്യിൽ വെച്ച് പിടിച്ചു വാദിക്കണോ? ആക്ഷൻ! ഇടത് കാല് മുന്നോട്ട് വെച്ച്, വലത് കാല് പുറകിലോട്ട് വെച്ച്, വലത് കാല് പുറകിലേക്ക് വെച്ച്, തോളിൽ തട്ടിക്കാറ്റി അവിടെ നിന്ന് താഴേക്ക് ഇറക്കി ഒരു വലി. ഹലോ, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്റെ 1000 നന്ദി അർപ്പിക്കുന്നു. എന്ത് കാര്യത്തിന്? ഞാൻ എങ്ങനെ കൊണ്ട് കളയുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താങ്കൾ ഒരു നിമിഷം കൊണ്ട് അത് വാരിച്ചാക്കി. അതെന്തരോ ഞാൻ വന്ന കാര്യം പറയാം. എന്റെ പേര് രമേശ്. അത് പറയാനാണോ വന്നത്? അല്ലല്ല, എന്റെ കല്യാണമായേ. അയ്യോ, കല്യാണം വിളിക്കല്ലേ. 10 വയസ്സില്ലാതെ ബുദ്ധിമുട്ട് എനിക്കൊരു കല്യാണം വിളിക്കരുത്. അതല്ല, എനിക്ക് വടംവലി പഠിക്കണമെന്ന്. ആഹാ, എടാ കല്യാണം വടംവലി തമ്മിൽ എന്തൊരു ബന്ധം? ബന്ധമുണ്ട് ആശാനെ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വടംവലിയാണല്ലോ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അത് ശരിയാണ്, പക്ഷെ സംഭവം അതല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു പെണ്ണ് കണ്ടായിരുന്നേ. പെണ്ണ് കണ്ട് എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളെ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ച് എല്ലാം സെറ്റായി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. എന്തോന്ന്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് കേരള വടംവലി ടീമിന്റെ സ്റ്റേറ്റ് ചാമ്പിയാ. പെണ്ണല്ലേ, അപ്പൊ ചാമ്പി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് വില പിടിക്കാൻ വേണ്ടി ഞാൻ അവളോട് തട്ടിവിട്ടു. ഞാനും എന്റെ നാട്ടിലെ ക്ലബില് മറ്റേ വടംവലിയിലെ വലിയ ആശാനാണെന്ന്. അതിപ്പോ ഗുരുവായി ആണല്ലേ. അവളിപ്പോ പറയുന്നത് അവളെ ഇപ്പം വടം വലിച്ച് തോപ്പിച്ചാലേ അവളെ എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. നീ എവിടെ പോയിരുന്നത്? ഞാൻ ചായ കുടിക്കാൻ പോയിരിക്കരുത്. എന്നിട്ട് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അങ്ങോട്ട് എങ്ങനെ പോയി ഒരു പിടുത്തവും. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരു സൈക്കിൾ കിട്ടി. എന്നിട്ടുള്ള കാര്യം ഇവിടെ ആശാനാരാണ്? ആശാൻ അതാണ്. ആശാൻ അപ്പോഴേ എനിക്ക് എന്റെ ആ പെണ്ണിനെ ഒന്ന് വടം വലിച്ച് തോപ്പിക്കണം. അതിന് കുറച്ച് അടവുകളൊന്നും ആശാൻ എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു തരണം. വടംവലിയിലെ ഒരുപാട് അടവുകളുണ്ട്. ഉണ്ട്. വടംവലിയിലെ ഫസ്റ്റ് അടവെന്ന് പറയുന്നത്, ഈ വടം എന്ന് പറഞ്ഞാൽ നല്ല കനമുള്ള സാധനമാണ്. ഇത് രൊക്കം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നമ്മുടെ ഇല്ല, വലിയ വിലയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ വടം വാങ്ങിക്കാനായിട്ട് ബാങ്കിൽ ഒരു ലോൺ എടുക്കും. അപ്പൊ അവര് നമുക്ക് മാസാമാസം അടയ്ക്കാനുള്ള ഒരു അടവ് പറഞ്ഞു തരും. അതാണ് വടംവലിയിലെ ഫസ്റ്റ് അടവ്. അത് പിന്നെ പോകെ അടവ് മുടങ്ങുമല്ലോ. മുടങ്ങുമ്പോ ഈ ബാങ്കുകാർ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വരും. അപ്പൊ എന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. ആ സമയത്ത് എന്റെ ഈ നിൽക്കുന്ന ശിക്ഷകണെങ്കിൽ അവന്മാരുടേതായ ചില അടവുകൾ ആശാൻ ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ ആശാൻ ഹൈദരാബാദ് വടം വലിക്കാൻ പോയല്ലോ. ഇത്തരം അടവുകളാണ് അവിടെ പ്രയോഗിക്കാറ്. അപ്പൊ ഈ വടംവലിയിൽ നമ്മൾ എന്റെ ഉണ്ടല്ലോ, എന്റെ ഇവിടെ നിൽക്കുന്ന ഒരാള് ഈ വടത്തിന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിന്ന് വലിക്കണം. അതെന്നാ ആശാൻ അങ്ങനെ ഇരിക്കണേ? ഈ വടംവലി വടം അരയെ ചുറ്റുന്നില്ലേ, അതിന്റെ ഉപജ്ഞാതാവ് തന്നെ ഞാനാ. അതായത് ഒരിക്കൽ ചാലക്കുടി ബോയ്സ് ക്ലബിന്റെ വടംവലി മത്സരം. ഞാൻ ചെന്ന് ഇങ്ങനെ വടം പിടിച്ചോണ്ടിരിക്കുകയാണ് ബാക്കിൽ. ജയിക്കൂലേ ടൈറ്റ് മത്സരം. ഞാൻ വടം അങ്ങ് ആരേലങ്ങ് ചുറ്റിയതും അപ്പുറത്ത് നിന്ന് ആ പയ്യന്മാരുണ്ടല്ലോ, ഒരൊറ്റ ഞാൻ ഒരു പോക്ക് പോയി. പോണ വഴിക്ക്
ചാലക്കുടി ബോയ്സ് ക്ലബ്ബ്, ആലുവ പാലം. കണ്ണുറക്കുമ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേയിൽ അരയില് വടവും ചുറ്റു തുണിയില്ലാതെ ഞാൻ ഇങ്ങനെ നിൽക്കണം. അതെന്തിന്? ഒന്നാമത്തത്, ദുബായിൽ നിന്ന് വന്ന ഖത്തർ എയർവേസിലെ പൈലറ്റ് എന്റെ വടം കണ്ട് പേടിച്ച് ആ പ്ലെയിന് തിരിച്ച് വീണ്ടും ദുബായിലോട്ട് വിട്ടു. ദുബായ് പോലീസ് എന്റെ പേരിൽ കേസെടുത്തു. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നഗ്നത പ്രദർശനം. കൊള്ളാം. മൂന്നാമത്തെ കേസ് അറിയാമോ? ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടോൾ ബൂത്ത് ഞാൻ തകർത്തത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ കേസെടുത്തേക്കുന്നു. അങ്ങനെയൊക്കെ വന്നല്ലേ? പിന്നെ അല്ലാതെ. അപ്പൊ അതൊന്നും വേണ്ട എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല ആ പെൺകുട്ടി അവളെ എങ്ങനെയെങ്കിലും തോപ്പിക്കാനുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞു തന്നാ മതി. ആശാനേ, ആശാനെ അനുഗ്രഹിക്കണം. അയ്യോ, അനുഗ്രഹിച്ച് രമേശ് ചേട്ടാ, രമ്യ എന്ത് ഇവിടെ? രമ്യ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്റെ കീഴിൽ വടംവലി അഭ്യസിക്കുകയാണ്. ഇതാണ് ഞാൻ പറയുന്ന കെട്ടമ്മടെ പെണ്ണ്. രമേശ് ചേട്ടൻ എന്താ ഇവിടെ? കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു. നീ എപ്പോഴാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ കെട്ടമ്മടെ പെണ്ണിന്റെ മുമ്പ് എന്നെ ചാണകെടുത്തരുത്. അതായത് നമ്മൾ ഈ ആശാന്മാർ തമ്മിലാണല്ലോ എപ്പോഴും ബന്ധം. എന്റെ നാട്ടിൽ ഞാനാണ് ആശാൻ, ഈ നാട്ടിൽ ഇവനാണ് ആശാൻ. നമ്മൾ തമ്മിൽ ടെക്നിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറും. ആശാന്റെ ആരെന്ന് പറഞ്ഞ് എന്റെ ശിക്ഷ ഇപ്പൊ അറിഞ്ഞത് നന്നായി. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരു വടംവലി മത്സരം ഉണ്ട്, തോപ്പിച്ചാലേ കെട്ടാൻ പറ്റുവാണെന്നൊക്കെ. ഞാൻ ഇത് അറിയാതെ വലിച്ചു തോപ്പിച്ചിരുന്നെങ്കിൽ ആശാന് നാണക്കേടാകത്തില്ലേ? ഞാൻ തോറ്റ് നാണിച്ചു പോയേനെ. പിന്നെ അതുകൊണ്ട് വടംവലി ക്യാൻസല്, നമ്മളെ കല്യാണം വടംവലി ഇല്ലാതെ. അയ്യോ, അത് പറ്റത്തില്ല. എന്ത്? വടംവലി വെക്കണം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഞാൻ ആശാനായിട്ടുണ്ടല്ലോ, എന്റെ സാന്നിധ്യത്തിലാവട്ടെ നിങ്ങളെ വടംവലി. നെടുമ്പാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വലിക്കാം. ഞാൻ വലിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ആശാനോടൊപ്പം ഒരു ശിഷ്യ വലിക്കുമ്പോൾ അവർക്കൊരു യോഗ്യതയൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ. ആശാന്റെ ഏതെങ്കിലും ഒരു ശിഷ്യനെ വലിച്ചു തോപ്പിക്കിട്ടും. അത്രേ ഉള്ള. എന്നാ പിന്നെ ഞാൻ ചെയ്യാം. പിള്ളേരെ ഇറങ്ങണ്ട. ഇത് ചെറുത്, ഇതിന്റെ കാര്യം ഞാൻ ഏറ്റാശാനെ. എടാ മക്കളെ, ഉയരുണ്ടെങ്കിൽ ഊഞ്ഞാലാടിയെങ്കിലും ജീവിക്കാം. പിടിച്ചോ. ദിവാകരണ്ണന്റെ കടയില് ബോണ്ട എണ്ണയിൽ ചായക്കടയിന് അവിടെ അല്ലേ, അപ്പുറത്ത് കായലാണ്. അപ്പൊ തീർന്നു. പകുതി സമാധാനം. വടംവലിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വടംവലിയിൽ ആവശ്യമുണ്ടോ? നമ്മൾ തമ്മിൽ അയ്യോ, വേണം. ഞാൻ ഇന്നലെ കൂടെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. വടംവലി മത്സരം നടത്തിയിട്ട് അതിൽ എന്റെ രമേശ് ചേട്ടൻ ജയിച്ച് എന്നെ വിവാഹം കഴിക്കുന്നത് ഞാൻ ഇന്നലെ കൂടെ സ്വപ്നം കണ്ടു. കണ്ടെങ്കിൽ നടക്കണം. റെഡി? പിടിച്ചോ. 1 2 3. വടംവലി തീർന്ന് ശിഷ്യ തോറ്റി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ അടുത്ത് മത്സരിക്കല്, നീ തോക്കുമെന്ന്. അയ്യടാ, ഞാൻ തോറ്റു തന്നതാ. അതാണ് ശരി. നിങ്ങൾ വടംവലി മത്സരം നടത്തുമ്പോഴേ ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ബലം കൊടുത്ത് വലിക്കണം. ഇത് വലിച്ചായിരുന്നു ഞാൻ. അയ്യടാ, ഞാനായിട്ട് തോറ്റു തന്നോണ്ട് കൊള്ളാം. അതെന്ത് മനസ്സിലായില്ല? അതെന്താണെന്ന് അറിയോ? എനിക്ക് പണ്ടേ നിങ്ങളെ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. സത്യം. അതുകൊണ്ട് തോറ്റതാ. നീ എങ്ങനെയാടാ വടംവലിയിൽ അവളെ തോപ്പിച്ചത്? ചെറിയ ടെക്നിക്കേ ഉള്ളൂ. എന്തോന്നു? സ്നേഹം കൊണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഒന്ന് കാണണം. സ്നേഹം കൊണ്ട് വടം വലിക്കാനാ? അല്ല, പിന്നെ ഇനി മുതൽ നീയാണ് എന്റെ ആശാൻ. അതെ, ആറ്റ്. रात बाकी നീ ഇതൊന്ന് താളം വെച്ചിട്ട് ഡാൻസ് കളിക്കട്ടെ. बात बाकी ബാക്കി ബാക്കി കുളി ബാക്കിയുണ്ടെന്നാ. തായ്ലൻഡ് രാത്രി പാടാൻ പറ്റി പണ്ട്. രണ്ടും കൽപ്പിച്ചാണല്ലോ വന്നേക്കണം. रात बाकी
बात बाकी होना है जो हो जाने दो सोचो ना देखो तो देखो हाँ जाने जा मुझे प्यार से रात बाकी बात बाकी होना है जो हो जाने दो കണ്ണൊക്കെ എങ്ങോട്ട് വരുമ്പോ हेलो एंड वेलकम टू कॉमेडी मास्टर ഇനി ഗാനവേളയിലെ മലയാളം സിംഗർ ഒരു പാട്ട് പാടും. ഓ, ഈ പാട്ട് ഇവളെന്റെ മുഖത്ത് നോക്കി ഡാൻസ് കളിച്ചില്ലേ? ഞാൻ നോക്കിട്ട് ഇവളെ കൃഷ്ണമണി കാണാൻ ഇവളെ ലയിച്ചിട്ട് കൃഷ്ണമണി മേളിൽ കയറി പോകണം. ഞാൻ പറഞ്ഞു ഇവളെ കുറെ നേരം ഇവളെ എന്നിട്ട് വായൊക്കെ വേറെ രീതിയിൽ കൊഞ്ഞനെ കാണിക്കണം. എന്തുകൊണ്ടറിയോ ഞാൻ പാട്ട് പാടിയത്? ബിക്കോസ് കൗണ്ടർ മയായിരുന്നു. അപ്പൊ ഒരു കൗണ്ടറിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് എ വെരി ബാലൻസ്ഡ് എപ്പിസോഡ്. ഒരാളും ചളി പറഞ്ഞിട്ടില്ല. ഓ, ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് സൂപ്പർ എപ്പിസോഡായിരുന്നു. അല്ല, ചളീനെ കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ അത് ആദ്യം തന്നെ മൂടിക്കളഞ്ഞു ജോർജ് കുട്ടി കൊണ്ടിട്ട് പോലെ സ്റ്റേഷൻ എന്നും. അപ്പൊ ഇന്ന് നമ്മള് മെഡൽസ് ഒന്നും ആർക്കും നൽകുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെ ഈ ഷോ നയിച്ചു കൊണ്ടുപോകുന്ന ഈ കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഈ ചളിയും കൗണ്ടറും ഈ കുട്ടിക്ക് രണ്ടും ഒരുമിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. എന്ത് പറയുന്നു? ഇത് ആര് പറഞ്ഞ? അശ്വരീരി പറഞ്ഞാണോ ഇപ്പൊ? അല്ലല്ല, പിന്നെ കത്തി കേട്ടാടി. അല്ല, ഈ 2 മെഡൽ ഒരുമിച്ച് കിട്ടുമ്പോ എങ്ങനെയാണ്? 4 BHK ആയിട്ടാണോ അതോ വീടും പിന്നെ കാറും ഒക്കെ? എനിക്ക് ഫസ്റ്റ് ടൈം അല്ലേ കിട്ടിയാണ്. ബാത്റൂം എനിക്ക് എടുത്തോ. ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട് എനിക്ക്, പക്ഷെ 2 ഒരുമിച്ച് ആദ്യമായിട്ടാന്നേ ഉള്ളൂ. ഞാൻ എന്നാ പോയിക്കോട്ടെ. കാര്യങ്ങളൊക്കെ തന്ന സ്ഥിതിക്ക് ഞാൻ എന്നാ പള്ളി പോയിക്കോട്ടെ. കോസ്റ്റ്യൂം ഇട്ട് ഞാൻ കഷ്ടപ്പെട്ട് വന്നിരിക്കുക. ഞാൻ പോയിക്കോളാം. നിങ്ങൾ വൈൻഡപ്പ്, കാരണം എന്തായാലും എന്നെ കൊന്നു. നിങ്ങൾ വൈൻഡപ്പ് ചെയ്ത് നീ എന്നെ ടാറ്റ ഇല്ല, ഇനി ഞാനില്ല. വാടി രാത്ത് ബാക്കി. വൈൻഡപ്പ് ബാക്കിയുള്ളത് കൊണ്ട് ബാക്കി हम वाइंडअप करूंगी और जाएंगी और टाटा बोलो. Hey guys, why so serious? Comedy Masters ready for